അതെ അതെ, ഈ അടുത്തൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ, ബിസിനസ്സുകാർക്ക് ഉറക്കമില്ല എന്നുള്ളത്. അതെ അതെ, ഇതാണ് ബ്രെയിനകത്ത് നടക്കുന്ന 2 ന്യൂറോൺസിന്റെ കണക്ഷൻസ് ഇങ്ങനെ ഫിറ്റ് ആവുന്നതാണെന്ന് പറഞ്ഞത്. അന്നൊരു എക്സാമ്പിളും പറഞ്ഞിട്ടുണ്ട്, ബിരിയാണി കാണുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അത് തിരിച്ചങ്ങോട്ട് പോകും. തീർച്ചയായിട്ടും ഈ പ്രോസസ്സാണ് ഉള്ളിൽ നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ശരിക്കും നമ്മൾ ഉറങ്ങാണ്ടിരിക്കുമ്പോൾ ഇതിലെന്തെങ്കിലും വ്യത്യാസം വരുന്നതാണോ, അല്ലെങ്കിൽ ഉറക്കം അത്രയും മാൻഡേറ്ററി ആണ് എന്ന് പറയണതിന്റെ വസ്തുത എന്താ, ബാക്കിൽ എന്താ നടക്കുന്നത്? ശരിക്കും ബിസിനസ്സുകാർ ആത്മാർത്ഥമായിട്ട് ഓരോ തന്നെ പറ്റിക്കുക. അവർ ഉറക്കമില്ലാതെ നല്ല ഹാർഡ് വർക്ക് ചെയ്യാണ്. ഇപ്പം പ്രൊഡക്ടിവിറ്റി ആണെങ്കിലും ക്രിയേറ്റിവിറ്റി ആണെങ്കിലും പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ആണെങ്കിലും ഈ 3 കാര്യങ്ങളും ഒരാളുടെ വിജയത്തിന് അത്യാവശ്യമാണ്. ഈ 3 കാര്യങ്ങളെയും ഒരുപോലെ സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്ന ഉറക്കമാണ്. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം നഷ്ടമല്ല, ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മുടെ സ്പിരിച്വൽ ആയിട്ടുള്ള എനർജി, നമ്മുടെ ബോഡിയിൽ വരുന്ന നമ്മുടെ നോർമൽ എനർജി, പിന്നെ നമ്മുടെ സോളിൻ്റെ എനർജി, ഈ 3 എനർജിയും പ്രോപ്പറായിട്ട് നമുക്ക് പുറത്തെടുക്കാൻ കഴിയുമ്പോഴാണ് അവൻ്റെ ഫുൾ പ്രൊഡക്ടിവിറ്റി പുറത്തേക്ക് വരുന്നത്. നമ്മൾ ഈ പറയുന്ന ഫുൾ പൊട്ടൻഷ്യലിലേക്ക് അവൻ എത്തുന്നത്. അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്, ശരിക്കും IBM ഒക്കെ പഴയ റിപ്പോർട്ടുള്ളത് 95% ഓഫ് ബിസിനസ്സസ് ആർ ഫെയിലിംഗ് ഇൻ ഇന്ത്യ എന്നുള്ള ഒരു റിപ്പോർട്ടുകളുണ്ടായി. അതും ഇതും കൂടി കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ബിസിനസ്സുകാർക്ക് ഉറപ്പില്ല, ഇത്രയും ബിസിനസ്സസ് ഫെയിൽ ആവുന്നുണ്ട്. അപ്പം നിങ്ങൾ പറഞ്ഞതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സമയത്ത് ഓഫ്കോഴ്സ് ഇതന്നെയാണ് മേജർ റീസൺ. അവിടെ മെന്റലി ഇതൊന്നും വർക്ക് ആവുന്നില്ല, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ ഫെയിൽ ആവുന്ന രീതിയിലേക്ക് വരുന്നു എന്നുള്ളതാണ്.